മധ്യകാല കേരളത്തിലെ സാമൂഹിക ബന്ധങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതിനായിട്ട് പലതരത്തിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടായിരുന്നു. എന്താണ്? മധ്യകാല കേരളത്തിലെ സാമൂഹിക ബന്ധങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതിനായിട്ട് പലതരത്തിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടായിരുന്നു. പെരുമാൾ കാലത്ത് എന്താണ്? മൂഴിക്കുളം കച്ചം എന്ന പേരിൽ ഒരു പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, അക്കാലത്തെ എന്താണ്, ബ്രാഹ്മണർക്കും ക്ഷേത്രങ്ങളും അടങ്ങുന്ന ഒരു സമൂഹമുണ്ടല്ലോ, ആ സമൂഹത്തിന് ബാധകമായിട്ടുള്ള ഒരു എന്താണ് പെരുമാറ്റച്ചട്ടമാണ് മൂഴിക്കുളം കച്ചം. ഇതുപോലെ പലതരത്തിലുള്ള കച്ചങ്ങളാണ് പെരുമാൾ കാലത്ത് നിലനിന്നിരുന്നത്. കച്ചം എന്ന് പറയുമ്പോൾ ഒരു പെരുമാറ്റച്ചട്ടം, പൊതുസമൂഹത്തെ നിയന്ത്രിച്ചിരുന്ന പെരുമാറ്റച്ചട്ടത്തെയാണ് കച്ചങ്ങളെന്ന് പറഞ്ഞത്. അത് പെരുമാൾ കാലത്തെ പൊതുസമൂഹത്തെ നിയന്ത്രിച്ചിരുന്നത് ഇത്തരത്തിലുള്ള കച്ചങ്ങളായിരുന്നു. അപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുകയാണ്. മധ്യകാല കേരളത്തിൽ സാമൂഹിക ബന്ധങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടായിരുന്നു. പെരുമാൾ കാലത്ത് മൂഴിക്കുളം കച്ചം എന്ന ഒരു പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്നു. അത് ബ്രാഹ്മണരും ക്ഷേത്രവും അടങ്ങുന്ന സമൂഹത്തിനാണ് പ്രധാനമായിട്ടും ബാധകമായിരുന്നത്. നാട്ടുനടപ്പുകളായിരുന്നു പെരുമാൾ കാലത്തെ പൊതുസമൂഹത്തെ നിയന്ത്രിച്ചിരുന്നത്. എന്താണ് നാട്ടുനടപ്പുകൾ? പെരുമാൾ കാലത്തിനു ശേഷം കച്ചങ്ങൾ അപ്രത്യക്ഷമാവുകയും നാട്ടുനടപ്പുകളും നാട്ടാചാരങ്ങളും പ്രബലമാവുകയും ചെയ്തു. എന്താണ് നമ്മൾ പറയുന്നത്? മധ്യകാല കേരളത്തിലെ സാമൂഹിക ബന്ധങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് പെരുമാറ്റച്ചട്ടങ്ങൾ നിലനിന്നിരുന്നു മധ്യകാല കേരളത്തിൽ. അതിൽ പെരുമാക്കന്മാരുടെ ഭരണകാലത്തേക്ക് വരികയാണെങ്കിൽ ആ കാലത്ത് എന്താണ്, ഇത്തരത്തിലുള്ള പെരുമാറ്റച്ചട്ടങ്ങളെ അല്ലെങ്കിൽ പിന്തുടർന്നു പോന്നിരുന്ന നാട്ടു നടപ്പുകളെയൊക്കെ കച്ചങ്ങളെന്നാണ് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ് മൂഴിക്കുളം കച്ചം. മൂഴിക്കുളം കച്ചം എന്ന് വെച്ചാൽ ബ്രാഹ്മണരും ക്ഷേത്രങ്ങളും അടങ്ങുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന് ബാധകമായിട്ടുള്ള പെരുമാറ്റച്ചട്ടത്തെയാണ് മൂഴിക്കുളം കച്ചം എന്ന് പറയുന്നത്. അത്തരത്തിൽ പെരുമാക്കന്മാരുടെ കാലത്ത് എന്താണ്, നാട്ടു നടപ്പുകളൊക്കെ ആയിരുന്നു സമൂഹത്തെ നിയന്ത്രിച്ചിരുന്നത് എന്നും നമുക്ക് മനസ്സിലായി. പെരുമാൾ കാലത്തിന് ശേഷം ഈ കച്ചങ്ങളൊക്കെ അങ്ങ് അപ്രത്യക്ഷമായി. പകരം നാട്ടു നടപ്പുകളും നാട്ടാചാരങ്ങളും ഒക്കെ എന്താണ്, പ്രബലമാവുകയും ചെയ്തു. അത്തരത്തിൽ പെരുമാൾ കാലത്തിന് ശേഷം പ്രബലമായ നാട്ടു നടപ്പുകളും നാട്ടാചാരങ്ങളുമാണ് കീഴ്മര്യാദ എന്ന പേരിൽ അറിയപ്പെട്ടത്. എന്താണ് കീഴ്മര്യാദ എന്ന പേരിൽ അറിയപ്പെട്ടത്? വിവിധ തരത്തിലുള്ള മര്യാദകൾ എന്താണ് അക്കാലത്ത് നിലനിന്നിരുന്നു. എന്താണ് കീഴ്മര്യാദ എന്ന് മനസ്സിലായില്ലേ? പെരുമാക്കന്മാരുടെ ഭരണകാലത്തിന് ശേഷം, പെരുമാൾ കാലത്തിന് ശേഷം എന്താണ്, നാട്ടു നടപ്പുകളും നാട്ടാചാരങ്ങളും ഒക്കെ പ്രബലമായി. അത്തരം നാട്ടു നടപ്പുകളെയും നാട്ടാചാരങ്ങളെയുമാണ് കീഴ്മര്യാദ എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള മര്യാദകൾ ആ കാലത്ത് എന്താണ് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. വിവിധ തരത്തിലുള്ള മര്യാദകൾ എന്തൊക്കെയാണ് ആ മര്യാദകൾ? ദേശമര്യാദ, തൊഴിൽ മര്യാദ, സ്വരൂപ മര്യാദ, ശൂദ്രമര്യാദ, തൊഴിൽ കൂട്ടങ്ങൾ പരസ്പരം പാലിച്ചിരുന്ന ജാതി മര്യാദ. എന്താണ്? ദേശമര്യാദ, തൊഴിൽ മര്യാദ, സ്വരൂപമര്യാദ, ശൂദ്രമര്യാദ, തൊഴിൽ കൂട്ടങ്ങൾ പരസ്പരം പാലിച്ചിരുന്ന ജാതി മര്യാദ. ഏതൊക്കെയാണ്? ദേശമര്യാദ, തൊഴിൽ മര്യാദ, സ്വരൂപമര്യാദ, ശൂദ്രമര്യാദ, തൊഴിൽ കൂട്ടങ്ങൾ പരസ്പരം പാലിച്ചിരുന്ന ജാതി മര്യാദ. പൊതുവെ ഇത്തരത്തിലുള്ള മര്യാദകളൊന്നും എന്താണ് ഇത്തരത്തിലുള്ള മര്യാദകളൊന്നും ലംഘിക്കപ്പെടാറേയില്ല. പെട്ടിട്ടില്ല എന്നല്ല, പക്ഷേ പൊതുവെ എന്താണ്, മര്യാദകളൊന്നും ലംഘിക്കപ്പെടാറില്ല. അപ്പം എന്താണ്, ഇത്തരത്തിൽ പെരുമാക്കന്മാരുടെ ഭരണത്തിന് ശേഷം വന്ന കീഴ്മര്യാദകളുണ്ട്. വിവിധങ്ങളായ ഇത്തരം മര്യാദകളൊന്നും പൊതുവെ ലംഘിക്കപ്പെടാറില്ല. അങ്ങനെ അഥവാ എന്തെങ്കിലും മര്യാദകൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ അത് കലഹത്തിലേക്കാണ് നയിക്കുന്നത്. എന്താണ്? ഇത്തരം മര്യാദകൾ ലംഘിക്കപ്പെട്ടാൽ അത് കലഹത്തിലേക്ക് നയിക്കും. പറഞ്ഞ കാര്യങ്ങൾ അത്രയും ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഒന്നുകൂടി അത് പറയുകയാണ്. മധ്യകാല കേരളത്തിലെ സാമൂഹിക നിയന്ത്രണങ്ങളാണ് നമ്മൾ നോക്കിയത്. മധ്യകാല കേരളത്തിലെ സാമൂഹിക ബന്ധങ്ങളെയൊക്കെ നിയന്ത്രിച്ചിരുന്നത് നിയമങ്ങളും ചട്ടങ്ങളുമായിരുന്നു. പെരുമാൾ കാലത്ത് എന്താണ്, കച്ചങ്ങൾ എന്നറിയപ്പെടുന്ന നാട്ടു നടപ്പുകളായിരുന്നു പൊതുവെ സമൂഹത്തെ നിയന്ത്രിച്ചിരുന്നത്. പെരുമാൾ കാലത്തിന് ശേഷം ഈ കച്ചങ്ങളൊക്കെ അപ്രത്യക്ഷമാവുകയും നാട്ടു നടപ്പുകളും നാട്ടാചാരങ്ങളും പ്രബലമാവുകയും ചെയ്തു. അവയെ കീഴ്മര്യാദ എന്നാണ് അറിയപ്പെട്ടത്. ദേശമര്യാദ, തൊഴിൽ മര്യാദ, സ്വരൂപമര്യാദ, ശൂദ്രമര്യാദ,
തൊഴിൽ കൂട്ടങ്ങൾ പരസ്പരം പാലിച്ചിരുന്ന ജാതി മര്യാദ, ഇതൊക്കെ എന്താണ്? അക്കാലത്ത് നിലനിന്നിരുന്ന മര്യാദകളാണ്. പൊതുവെ ഈ മര്യാദകളൊന്നും ലംഘിക്കപ്പെടാറില്ലായിരുന്നു. അഥവാ അങ്ങനെ ഉണ്ടായാൽ അത് കലഹത്തിലേക്കായിരുന്നു നയിക്കുന്നത്. അത്രയും കാര്യങ്ങളാണ് സാമൂഹിക നിയന്ത്രണങ്ങൾ എന്ന ഭാഗത്തു നിന്നും നമ്മളിപ്പോൾ പറഞ്ഞത്. അക്കാലത്ത് നിലനിന്നിരുന്ന ചില നാട്ടുനടപ്പുകളും നാട്ടാചാരങ്ങളും ഒക്കെ ഇല്ലേ, അതുപോലെയുള്ള ചില സത്യപരീക്ഷണങ്ങളാണ്. അക്കാലത്ത് നിലനിന്നിരുന്ന ചില സത്യപരീക്ഷണങ്ങളാണ്. ഒന്ന്, വിഷപ്പരീക്ഷ. എന്താണ് വിഷപ്പരീക്ഷ? വിഷപ്പാമ്പിൻ്റെ കൂട്ടിൽ കുറ്റം ചെയ്തയാളുടെ കൈവെക്കും. എന്നിട്ട് പാമ്പ് കടിയേറ്റാൽ കുറ്റം ചെയ്തെന്ന് കണക്കാക്കും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വിഷപ്പാമ്പുള്ള കൂട്ടിലേക്ക് കുറ്റം ചെയ്ത ആളുടെ കൈ വെക്കുന്നു. അപ്പോൾ അതിൽ പാമ്പ് കടിയേറ്റാൽ അയാൾ കുറ്റം ചെയ്തെന്ന് കണക്കാക്കും. അതുപോലെ ജലപരീക്ഷ. മുതലയുള്ള കുളത്തിലേക്ക് കുറ്റം ചെയ്ത ആളെ ഇറക്കും. മുതല പിടിച്ചാൽ അയാൾ കുറ്റം ചെയ്തെന്നാണ് കരുതുന്നത്. അഗ്നിപരീക്ഷ തിളച്ച എണ്ണയിലോ നെയ്യിലോ കുറ്റാരോപിതൻ്റെ കൈവിരൽ മുക്കും. വിരൽ പൊള്ളിയാൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണക്കാക്കും. ശുചീന്ദ്രൻ കൈമുക്ക് അക്കാലത്ത് അറിയപ്പെട്ട ഒരു അഗ്നിപരീക്ഷയായിരുന്നു ഈ ശുചീന്ദ്രൻ കൈമുക്ക് എന്ന് പറയുന്നത്. തൂക്കുപരീക്ഷ കുറ്റം ചെയ്ത ആളെ ആദ്യം ത്രാസിലിരുത്തി തൂക്കിയ ശേഷം അയാൾ ചെയ്ത കുറ്റങ്ങൾ എഴുതിയ താളിയോല ദേഹത്ത് ചേർത്ത് വെച്ച് വീണ്ടും തൂക്കും. തൂക്കം ആദ്യത്തേതിനേക്കാൾ കൂടുതലായാൽ എന്ത് ചെയ്യും? ശിക്ഷ ലഭിക്കും. വളരെ വിചിത്രങ്ങളായിട്ടുള്ള ആചാരങ്ങളൊക്കെ ആയിരുന്നു. വിഷപ്പാമ്പിൻ്റെ കൂട്ടിലേക്ക് കുറ്റം ചെയ്ത ആളുടെ കൈ വെക്കുമ്പോൾ പാമ്പ് കടിക്കുകയാണെങ്കിൽ അയാൾ കുറ്റം ചെയ്തു. അതുപോലെ മുതലയുള്ള കുളത്തിലേക്ക് കുറ്റം ചെയ്ത ആളെ ഇറക്കുമ്പോൾ മുതല പിടിക്കുകയാണെങ്കിൽ അയാൾ കുറ്റം ചെയ്തു. തിളച്ച എണ്ണയിലോ നെയ്യിലോ ഒക്കെ കൈവിരൽ മുക്കുമ്പോൾ അത് പൊള്ളുവാണെങ്കിൽ അയാൾ കുറ്റം ചെയ്തു. അതുപോലെ തന്നെ കുറ്റം ചെയ്ത ആളെ ത്രാസിലിരുത്തി തൂക്കിയിട്ട് അയാൾ ചെയ്ത കുറ്റങ്ങൾ എഴുതിയ താളിയോല അയാളുടെ ദേഹത്ത് കെട്ടി വീണ്ടും തൂക്കുമ്പോൾ തൂക്കം കൂടുകയാണെങ്കിൽ അയാൾ കുറ്റം ചെയ്തു. ഇതൊക്കെയായിരുന്നു അക്കാലത്തെ സത്യപരീക്ഷണങ്ങൾ അല്ലെങ്കിൽ നാട്ടാചാരങ്ങളെന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം പരീക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, ഇതിൽ ഈ താളിയോലയിൽ എഴുതിയുള്ള തൂക്കുപരീക്ഷയില്ലേ, ഈ തൂക്കുപരീക്ഷ എന്ന് പറയുന്നത് ബ്രാഹ്മണരടക്കമുള്ള മേലാളന്മാർക്കാണ് നടത്തിയിരുന്നത്. മറ്റു പരീക്ഷണങ്ങൾ അത് അവർണഗണത്തിൽപ്പെട്ട ജാതി സമൂഹത്തിന് മൊത്തമായിട്ട് ബാധകമായിരുന്നു. മറ്റു പരീക്ഷണങ്ങൾ താളിയോല എഴുതി തൂക്കുക എന്നുള്ളത് മാത്രമാണ് പ്രധാനമായിട്ടും മേലാളന്മാർക്ക് ചെയ്തിരുന്നത്. ബാക്കിയൊക്കെ താഴ്ന്ന ജാതിയിലെന്ന് പറയപ്പെടുന്ന ജനവിഭാഗത്തിനാണ് ബാക്കി പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സവർണനും അവർണനും നൽകിയിരുന്ന ശിക്ഷകളിൽ ഏറ്റക്കുറച്ചിലുകളും ഉണ്ടായിരുന്നു ഈ കാലത്ത്, മധ്യകാല കേരളത്തിൽ. ബ്രിട്ടീഷുകാരുടെ ഭരണകാലം വരെ മേൽപ്പറഞ്ഞ നാട്ടുവഴക്കങ്ങളാണ് സമൂഹത്തിൽ നിലനിന്നിരുന്നത്. 19-ാം നൂറ്റാണ്ടോടെ ഏകീകൃതമായ നിയമങ്ങൾ നിലവിൽ വന്നു.